വിജയ് ഫാനായതുകൊണ്ടൊന്നും പറയണില്ല. പടം കൊള്ളൂല, നമ്മളൊക്കെ സത്യമല്ലേ പറയാൻ പറ്റും. അടിപൊളി. അതാവും വിജയ് ഫാനായിട്ട് അങ്ങനെ പറയണം. ഞാനും വിജയ് ഫാൻ തന്നെ, എങ്കിലും പടം കൊള്ളൂല, പറഞ്ഞല്ലേ പറ്റൂ. ഇവരുടെ അടുത്ത് കേട്ട് നോക്ക്, ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞോണ്ട് ഇപ്പൊ വന്നതാണ്. കൊള്ളൂല അത് എഴുതിട്ട് ഇവിടെ എത്തിയപ്പോ കൊള്ളാന്ന് പറയുന്നത്. ഉറങ്ങിപ്പോയി. അടിപൊളി തന്നെ, പലതും പറയും. സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. വേറെ ആളില്ല വന്ന സമയത്ത് ഞാൻ ആള് പ്രതീക്ഷിച്ചാണ് വന്നത്. തിയേറ്ററിന്റെ ആ ഒരു ഡോർ തുറന്ന് കയറിയപ്പോൾ തന്നെ ആരെയും കാണാനില്ല. ഒരു 10-15 പേരിരിക്കുന്നത്. പിന്നെ പടം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. ലാസ്റ്റാണ് ഒന്ന് ഇതിലെ പോലായത്. ഇല്ല, കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം. അടിപൊളി. ഇല്ല സെറ്റ് തന്നെ, സൂപ്പർ. ചേട്ടാ എൻ്റെ അഭിപ്രായം കൊള്ളൂല എന്നാണ്. കൊള്ളൂല വയ്യ. വിജയുടെ പടമൊക്കെ തന്നെ സമ്മതിച്ചു, പക്ഷേ പടം കൊള്ളൂല, നമ്മളൊക്കെ സത്യമല്ലേ പറയാൻ പറ്റും. അടിപൊളി. അതാവും വിജയ് ഫാനായിട്ട് അങ്ങനെ പറയണം. ഞാനും വിജയ് ഫാൻ തന്നെ, എങ്കിലും പടം കൊള്ളൂല, പറഞ്ഞല്ലേ പറ്റൂ. ചിലവര് കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. എടുത്തവർ ഇനി ബാക്കി കഥ ഉണ്ടെന്ന് തോന്നുന്നു. 4 വിജയൊക്കെ ഉണ്ട്. ബ്രോ അത് കണ്ടിട്ടാണെങ്കിൽ ഒന്നും മനസ്സിലാവണതുമില്ല, കുഴപ്പിക്കണ ഒരുമാതിരത്തെ പടം. ഞാനും വിജയ് ഫാനൊക്കെ തന്നെ, ഇവനും വിജയ് ഫാൻ തന്നെ, അപ്പോൾ അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയണം. ബ്രോ നെഗറ്റീവ് ആയെന്ന് തോന്നിയ ഈ വിജയുടെ സീന് തന്നെ, അതേറ്റാണ് നെഗറ്റീവ്. ഇവരുടെ അടുത്ത് കേട്ട് നോക്ക്, ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞോണ്ട് ഇപ്പോൾ വന്നതാണ്. കൊള്ളൂല അത് എഴുതിട്ട് ഇവിടെ എത്തിയപ്പോൾ കൊള്ളാന്ന് പറയുന്നത്. ഉറങ്ങിപ്പോയി. അടിപൊളി തന്നെ, പലതും പറയും. കൊള്ളാം, അടിപൊളി തന്നെ, പലതും പറയും. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, സൂപ്പറാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വാച്ചിലെ സമയം പോലെ നോക്കാതെയാണ് കണ്ടത്. ഇത്രയും സൂപ്പർ സിനിമ 3 മണിക്കൂർ സമയം പോണത് അറിയില്ല. അല്ല ഒരു ബോറടിക്കില്ല, പടം നീറ്റാട് കൊള്ളാം. സൂപ്പറായിരുന്നു, ഇഷ്ടപ്പെട്ടു. സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. ബോറാണ് ബ്രോ, ശരിക്കും ബോറാണ്. അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല. വിജയ്ക്ക് വേണ്ടി കാണാം. കഥയെന്ന് പറഞ്ഞാൽ എന്താ, കഥ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. വിജയ് ഫാനായതുകൊണ്ടൊന്നും പറയണില്ല. അടിപൊളി സിനിമ, നല്ല സിനിമയാ. നെഗറ്റീവാ അല്ല, കുഴപ്പമില്ല, കൊള്ളാം, നല്ല സിനിമ. കൊള്ളൂല. ഭയങ്കര എന്താ പറയാ, സ്പൈഡർമാൻ കണ്ടിറങ്ങിയ പോലെ ഉണ്ട്. നല്ല ബോറുണ്ട്. സൂപ്പർ പടം. കുഴപ്പമില്ല, വലിയ തിരക്കേടില്ലാണ്ട് പോയിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ സ്റ്റൈലൊക്കെ നോർമലി ഉള്ളതല്ല. ഒരു മിലിറ്ററി മൂവി ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ടെങ്കിൽ, പക്ഷേ ലാസ്റ്റ് എൻഡിൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഐഡിയ ഇല്ല. ഇരുന്ന് ജസ്റ്റ് ഒന്ന് കാണാം. വേറെ ആളില്ല വന്ന സമയത്ത് ഞാൻ ആള് പ്രതീക്ഷിച്ചാണ് വന്നത്, സൺഡേ ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ആരും ഇല്ല. തിയേറ്ററിൻ്റെ ആ ഒരു ഡോർ തുറന്ന് കയറിയപ്പോൾ തന്നെ ആരെയും കാണാനില്ല. ഒരു 10-15 പേരിരിക്കുന്നത്. പിന്നെ പടം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 4-5 പേരും കൂടെ വന്നു. വിജയ് പടം നോർമലി നമ്മളൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇതൊരു മിലിറ്ററി സൈസ് മൂവി ആയതുകൊണ്ട് ഇതിനൊരു സെക്കൻഡ് പാർട്ട് പോലെയാണ് ലാസ്റ്റ് എൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നെഗറ്റീവ് ഒന്നും തോന്നിയിട്ടില്ല. കണ്ടന്റ് എല്ലാം കൊള്ളാം, കുഴപ്പമില്ല. ഓൾറെഡി നമുക്കിപ്പോൾ എല്ലാം മിലിറ്ററി മൂവിയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇതും ചെയ്തു വെച്ചിരിക്കുന്നത്. മേക്കിംഗ് എല്ലാം ആ ഒരു ഇതാണ്. പിന്നെ ഷാരൂഖ് ഖാൻ്റെ ഒരു എതിരാളിയായിട്ടൊരു മൂവി ഉണ്ടല്ലോ, പൃഥ്വിരാജ്, ക്ലോൺ, ആ പരിപാടിയാണ് ഇതിനകത്തും ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ക്ലോൺ സെറ്റപ്പ് ലാസ്റ്റ് വീണ്ടും ഒരു ഡബിൾ വിജയനെ കാണിക്കുന്നുണ്ട്. അത് തന്നെ, എനിക്ക് വേറെ ഒന്നും മനസ്സിലായില്ല, അത്ര തന്നെ. പടം കുഴപ്പമില്ല, പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഇതെനിക്ക് കംഫർട്ടബിളാണ് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം. കുഴപ്പമില്ല, കൊള്ളാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ്റെ അത്ര ഇല്ലായിരുന്നു മൂവി, അതുകൊണ്ട് നെഗറ്റീവായിട്ട് തോന്നുന്നതാണ്. അത് എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു ആവറേജ് ആയിട്ട് തോന്നും. റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് വന്നത്. റിവ്യൂ ആദ്യമേ ബുക്ക് ചെയ്തതിന്, എന്നാലും റിവ്യൂയും കണ്ട് അങ്ങനെ കാണും. എന്തായാലും തിരക്കില്ല അവിടെ, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെ. ലിയോയ്ക്കൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതിനാണ് ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്.